ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്വേഷത്തിന്റെ കട നടത്തുന്നവർ സ്നേഹത്തിന്റെ കട എന്ന ബോർഡിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നു. ഭരണകൂടത്തെ ആക്രമിക്കാൻ കല്ലുകളേന്തിയ കൈകൾ പുതിയ ജമ്മു കാശ്മീർ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു. സംസ്ഥാനത്തെ തകർത്തത് 3 കുടുംബങ്ങൾ. വിമർശനം PDP, നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് പാർട്ടികൾക്കെതിരെ. വീണ്ടും വിദ്വേഷ പരാമർശവുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഗ്യാൻവാബിയെ പള്ളി എന്ന് വിളിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരം. പള്ളി നിൽക്കുന്ന പ്രദേശം ശിവനെ പ്രതിനിധാനം ചെയ്യുന്ന മണ്ണെന്നും വിശദീകരണം. വിദ്വേഷ പരാമർശം ദീൻ ദയാൽ ഉപാധ്യായ ഗോരഖ്പൂർ സർവകലാശാലയിൽ നടന്ന അന്താരാഷ്ട്ര സെമിനാറിൽ. രൂക്ഷ വിമർശനവുമായി സമാജ്വാദി പാർട്ടി. കോടതിയുടെ വാക്കുകളെ പോലും യോഗി ബഹുമാനിക്കുന്നില്ലെന്ന് SP വക്താവ് അബ്ബാസ് ഹൈദർ. സ്ത്രീകൾ പിണങ്ങിയാലും വേണ്ടില്ല, അധികാരത്തിലെത്തിയാൽ ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം പിൻവലിക്കുമെന്ന് ജൻസുരാജ് കൺവീനറും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ. ഇപ്പോൾ ബംഗാളിലുള്ള മദ്യനിരോധനം വ്യാജം. ഹോം ഡെലിവറിയായി പോലും മദ്യം യഥേഷ്ടം ലഭിക്കുന്നു. മദ്യനിരോധനം മൂലം സംസ്ഥാനത്തിനുണ്ടാകുന്നത് 20,000 കോടി രൂപയുടെ നഷ്ടം. ഗാന്ധി ജയന്തി ദിനത്തിൽ തന്റെ പാർട്ടി പിറവിയെടുക്കുമെന്നും പ്രശാന്ത് കിഷോർ. താനൂർ കസ്റ്റഡി കൊലപാതകത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ കുടുംബം. CBIക്ക് കുടുംബം വീണ്ടും പരാതി നൽകി. നിലവിലെ അന്വേഷണത്തിൽ ആശങ്ക. പ്രതികളായ 4 പോലീസുകാരിൽ മാത്രം കേസ് ഒതുക്കരുതെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യം. ഗൂഢാലോചന അന്വേഷിക്കാൻ CBI തയ്യാറായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കുടുംബം. കഴിഞ്ഞയാഴ്ച പെരിന്തൽമണ്ണയിൽ യുവാവ് മരിച്ചത് നിപ്പ മൂലമെന്ന് പ്രാഥമിക സ്ഥിരീകരണം. 23-കാരന്റെ സ്രവ സാമ്പിൾ പ്രാഥമിക പരിശോധന നടത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. MES മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ചത് ഈ മാസം 9-ന്. സ്ഥിരീകരണത്തിനായി പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ അയച്ചു. യുവാവിന്റെ റൂട്ട് മാപ്പ് അടക്കമുള്ള വിവരങ്ങൾ പരിശോധിച്ച് ആരോഗ്യവകുപ്പ്. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും തുടങ്ങും. ഗോവയിൽ നിന്ന് കാർവാർ തുറമുഖത്ത് ഡ്രഡ്ജർ എത്തിക്കും. നാളെ വൈകിട്ട് ഗോവ തീരത്ത് നിന്ന് പുറപ്പെടും. നാവികസേനയുടെയും ഈശ്വർ മൽപെ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ ചൊവ്വാഴ്ച ജില്ലാ ഭരണകൂടം വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമാകും. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യക്ക് ജയം. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ പാകിസ്ഥാനെ കീഴടക്കിയത് 1-2 ഗോളിന്. ഇന്ത്യയുടെ ഗംഭീര തിരിച്ചുവരവ് പിന്നിൽ നിന്ന ശേഷം. വിജയം സാധ്യമായത് നായകൻ ഹർമൻപ്രീത് സിംഗ് നേടിയ ഇരട്ട ഗോളിൽ. ദളപതി വിജയുടെ അവസാന ചിത്രം പ്രഖ്യാപിച്ച് KVN പ്രൊഡക്ഷൻസ്. ദളപതി 69 എന്ന് താത്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം അടുത്ത വർഷം ഒക്ടോബറിൽ തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രഖ്യാപനം. പോസ്റ്ററിൽ നൽകിയിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ ദീപവാഹകൻ എന്ന ടാഗ് ലൈൻ. പോസ്റ്റർ പങ്കുവയ്ക്കുന്നത് ദളപതി 69 രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സിനിമയായിരിക്കുമെന്ന് സൂചന. ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലയെ തുടർന്ന് പ്രതിഷേധമിരമ്പുന്ന ബംഗാളിൽ അവസാന അനുനയ നീക്കവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. സമരം ചെയ്യുന്ന ഡോക്ടർമാർ ചർച്ചയ്ക്കായി മമതയുടെ വസതിയിലെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കല്ല, ദീദി എന്ന നിലയ്ക്കാണ് അഭ്യർത്ഥിക്കുന്നതെന്നും മമത. ചർച്ച ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെന്ന ഡോക്ടർമാരുടെ ആവശ്യം ആവർത്തിച്ച് നിരസിച്ച സർക്കാർ. ചർച്ച നടക്കുമോ എന്നതിൽ അനിശ്ചിതത്വം. മരണശേഷവും സമൂഹത്തിനു വേണ്ടിയെന്ന രാഷ്ട്രീയം പങ്കുവച്ച് രാജ്യത്തിന്റെ പ്രിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് സീതാറാം യെച്ചൂരിയുടെ മടക്കം. മൃതദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ വിദ്യാർത്ഥികൾ വൈദ്യപഠനത്തിനായി ഉപയോഗിക്കും. മൃതദേഹം എയിംസ് അധികൃതർക്ക് വിട്ടു നൽകുന്നതിന് തൊട്ടു മുൻപ് ആശുപത്രിക്കുള്ളിൽ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. എയിംസിലേക്ക് മൃതദേഹം എത്തിച്ചത് വിലാപയാത്രയായി. സീതാറാം അമർ രഹേ എന്ന മുദ്രാവാക്യമുയർത്തി വിലാപയാത്രയിൽ പങ്കാളികളായത് പാർട്ടി നേതാക്കളും അണികളുമടക്കം നിരവധി പേർ.